ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ പുരയിടം കുഴിച്ച് പരിശോധന തുടരുകയാണ്. പ്രതി സജിയുടെ പുരയിടമാണ് കുഴിക്കുന്നത്. 8 വർഷം മുൻപ് കാണാതെയായ പിതാവിനെ കൊലപ്പെടുത്തിയെന്ന സംശയത്തെ തുടർന്നാണ് പരിശോധന നടക്കുന്നത്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയിരുന്നു. വിവരങ്ങളുമായി സുബിൻ തോമസ് അവിടെ നിന്ന് ചേരുകയാണ്. സുബിൻ, ഈ പിതാവിന്റെ തിരോധാനത്തിൽ വലിയ രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിന് മുൻപിൽ ഇത്തരം വാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. എന്തായാലും അക്കാര്യത്തിലും ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും 2 കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെയാണ് പരിശോധന പുരോഗമിക്കുന്നത്? തീർച്ചയായും ഈ ഒരു സംശയം ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് പോയിട്ടില്ല. ഇന്നലെയും സമാനമായ രീതിയിൽ പരിശോധന നടത്തിയിരുന്നു. വീടിനോട് ചേർന്നുള്ള പ്രദേശമാണ് കുഴിച്ച് പരിശോധിച്ചത്. പക്ഷെ അവിടെ നിന്ന് കാര്യമായി ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പരിശോധനയിൽ ഒരു അസ്ഥിയുടെ കഷ്ണം ലഭിച്ചിരുന്നു. ഇത് മനുഷ്യന്റേതാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരുത്തേണ്ടതായുണ്ട്. മനുഷ്യന്റേതോ മൃഗത്തിന്റേതോ ആവാമെന്നുള്ളൊരു കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതായുമുണ്ട്. ആ നടപടിക്രമങ്ങളിലേക്ക് എന്തായാലും പോലീസ് കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഈ പരിശോധന തുടരുകയും ചെയ്യുന്നത്. നിലവിൽ ഈ പരിശോധന നടത്തുന്നത് വീടിനോട് ചേർന്ന്, അതായത് ഈ സജി കൊലപ്പെടുത്തിയ മേരിക്കുട്ടിയെയും അതുപോലെ തന്നെ സഹോദരൻ റജിയെയും ആദ്യം കുഴിച്ചിട്ടിരുന്നതിന് ചേർന്നുള്ള പ്രദേശത്താണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പരിശോധന നടത്തുന്നത്. ഈ സജി ഓരോ സ്ഥലം പറയുന്നു എന്നുള്ളൊരു കാര്യമാണ് പോലീസ് പറയുന്നത്. കൃത്യമായ ഒരു സ്ഥലം അങ്ങനെ പറയുന്നില്ല. ഓരോ സ്ഥലത്ത് കുഴിക്കുമ്പോഴും അവിടെയെല്ലാം മറ്റൊരിടത്തേക്ക് നീങ്ങി കുഴിക്കുക എന്നുള്ള രീതിയിൽ സജി മൊഴി നൽകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാറി മാറി കുഴിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പുരയിടത്തിന്റെ ഭാഗത്ത്. ഇതുവരെ കാര്യമായ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത്. 2018 മാർച്ച് മാസത്തിലാണ് സജിയുടെ പിതാവ് മാത്യുവിനെ കാണാതാകുന്നത്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. അതായത് മാത്യു മറ്റൊരു ബസ്സിൽ കയറി പോകുന്നുവെന്ന് ഒരാൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ഈ മേരിക്കുട്ടിയുടെയും അതുപോലെ തന്നെ റജിയുടെയും മരണത്തിന് പിന്നാലെ മകൾ സിനിയാണ് ദുരൂഹത ആരോപിക്കുന്നതും പിതാവിനെയും സജി അപായപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം മുമ്പോട്ട് വയ്ക്കുന്നതും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുകയും നിലവിൽ ഈ വീടിന് പുരയിടം കുഴിച്ചുള്ള പരിശോധന നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും സജിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയുമാണ്. ശരി സുബിൻ, നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതക കേസിലാണ് കൂടുതൽ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പുരയിടം കുഴിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. പ്രതി സജിയുടെ പുരയിടമാണ് കുഴിക്കുന്നത്. 8 വർഷം മുൻപ് ഇയാളുടെ പിതാവിനെയും കാണാതായിരുന്നു. ആ തിരോധാനത്തിൽ ചില സംശയങ്ങൾ ബാക്കിയാണ്. ഈ തിരോധാനത്തിൽ എന്തെങ്കിലും അവ്യക്തതകളുണ്ട് എങ്കിൽ തന്നെ അതിൽ ഒരു വ്യക്തത വരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അന്വേഷണ സംഘം കൂടുതൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നത്.